അയ്യ വണക്കം. ഇത്തവണത്തെ തദ്ദേശ പോരിൽ തീ പാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. തദ്ദേശ പോരിൽ യഥാർത്ഥത്തിൽ BJP ഏത് സ്ട്രാറ്റജിയാണോ ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കുന്നത് അതേ സ്ട്രാറ്റജി പിടിക്കാനാണ് ഇത്തവണ CPM-ഉം എന്തിനു പറയുന്നു UDF-ഉം അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. LDF UDF മുന്നണികളെല്ലാം തന്നെ കച്ച മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. ഇവരുടെ യുദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJP-യുടെ കൂടെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം, ഏറ്റവും ആദ്യം ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സമൂഹ മാധ്യമങ്ങളിൽ ആ റിപ്പോർട്ട് വളരെയധികം ട്രോളിന് വിധേയമാകും. പക്ഷേ അതങ്ങനെ ട്രോളി കാണേണ്ട ഒരു റിപ്പോർട്ടല്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ വസ്തുതാപരമായ റിപ്പോർട്ടിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ശബരിനാഥ്, അതായത് നേരത്തെ അരുവിക്കരയിൽ നിന്ന് MLA ആയിട്ടുള്ള G കാർത്തികേയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സ്പീക്കറുടെ, അതായത് നിയമസഭാ സ്പീക്കറുടെ മകനായിട്ടുള്ള ശബരിനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ, അതായത് നമ്മുടെ ദിവ്യ S അയ്യരുടെ ഭർത്താവ്, ഇപ്പോൾ ആ ഭർത്താവായിരിക്കുന്ന വ്യക്തിയെ തിരുവനന്തപുരത്ത് കവടിയാർ വാർഡിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതേസമയം സിസർ ഫിൽട്ടറിൽ നിന്നും BD-യിലേക്കുള്ള പരിണാമമാണ് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ വലിയ രീതിയിലുള്ള ട്രോളുകളാണ് യഥാർത്ഥത്തിൽ ശബരിനാഥൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ട്രോളാനുള്ള ഒരു വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. അതായത് ഈ ടെക്നിക്ക് ഇത് ആരാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ടെക്നിക്ക് ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ പല സ്റ്റേറ്റുകളിൽ അവലംബിച്ച് ഈ ടെക്നിക്ക് വിജയിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ നീക്കത്തെ ട്രോളില്ല. ഈ നീക്കം, അതായത് ഈ ടെക്നിക്ക് അവലംബിച്ചിട്ടുള്ളത് BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. ഇതേപോലുള്ള സമാനമായിട്ടുള്ള ടെക്നിക്ക് അവലംബിച്ചാണ് അവർ എന്ത് ചെയ്തത്? അവർ പല കോർപ്പറേഷനുകളും പിടിച്ചത്, അവർ പല മുനിസിപ്പാലിറ്റികളും പിടിച്ചത്, അവർ ഗ്രൗണ്ടിൽ അവരുടെ ശക്തി പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഫിഡൻസ് വരൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലുള്ള ഒരു കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കോർപ്പറേഷനും പിടിച്ചില്ലെങ്കിലും ആ പാർട്ടിക്ക് ഒരു അടിത്തറയുണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തോന്നൽ വരുത്താൻ ഇവരെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആകുക എന്ന് പറഞ്ഞാൽ ഒരു MLA കാട്ടിലും പവർ ഉള്ള ഒരു വിഷയമാണ്. പിന്നെ ഇപ്പം നമ്മുടെ ആര്യ രാജേന്ദ്രനൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതങ്ങനെയാണ്. അതായത് പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ പോകണം, രാഷ്ട്രപതി വരുമ്പോൾ സ്വീകരിക്കാൻ പോകണം. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഇപ്പോൾ കസേര ലഭിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റാണ് പല വേദികളിലും. അപ്പോൾ അത്രയും വലിയ ഒരു ശക്തിയുള്ളൊരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞ മേയർ, ആ മേയർ സ്ഥാനാർത്ഥിയാകാനാണ് ഇത്തവണ ശബരിനാഥനെ ഇറക്കുന്നത്. ഇത് 2021 ഗുജറാത്ത് മുനിസിപ്പൽ ഇലക്ഷനുകളിൽ BJP പയറ്റി തെളിഞ്ഞ, അതിനു മുമ്പും BJP പല സംസ്ഥാനങ്ങളിലും പയറ്റി തെളിഞ്ഞ ഒരു ടെക്നിക്കാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 2021 ഗുജറാത്ത് മുനിസിപ്പൽ ഇലക്ഷനുകളിൽ BJP കുറച്ച് MLA-മാരും കുറച്ച് മന്ത്രിമാരെയും കൗൺസിലർ സ്ഥാനാർത്ഥികളായിട്ട് അവരവിടെ ഇറക്കിയിരുന്നു. BJP-യിൽ കൃത്യമായി പെർഫോം ചെയ്യാത്ത മുൻ മന്ത്രിമാരെയും മുൻ MLA-മാരെയുമാണ് അവരവിടെ ഇറക്കിയിരുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊരു കാര്യം വിചാരിക്കണം, BJP എന്ന് പറയുന്ന പാർട്ടി അവിടെ ഒരാളെ ഇങ്ങനെ ഇറക്കുന്നുണ്ടെങ്കിൽ BJP-ക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടൽ ആ പാർട്ടിക്ക് ഉണ്ടായിരിക്കും. പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ പിടി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നായിരുന്നത്. ആ സമയത്ത് കോർപ്പറേഷൻ ചീഫ് പോസ്റ്റ്, മേയർ, ചെയർമാൻ മുതലായവ വഴി നഗര വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. നഗര വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നഗരത്തിലെ ജനങ്ങളുടെ മനസ്സറിയാൻ സാധിക്കും. നഗരത്തെ ജനങ്ങളുടെ മനസ്സ് അങ്ങോളം ഇങ്ങോളം അറിയാൻ സാധിച്ചാൽ ആ ഒരു മണ്ഡലം കവർ ചെയ്യാൻ സാധിക്കും. ആ ഒരു മണ്ഡലം കവർ ചെയ്യാൻ സാധിച്ചാൽ ആ ഒരു മണ്ഡലം പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ പിറകിലുള്ള വലിയൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ഉത്തർപ്രദേശിലെ ലക്നൌവിലും വാരണാസി നഗർ നിഗാമിലും ഈ സംഭവം BJP അവലംബിച്ചിട്ടുണ്ട്. 2017 BJP അവിടെ ഇത് അവലംബിച്ചത്. അതിനുശേഷമാണ് യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. 2017 BJP മുൻ MLA-മാരെയും മുൻ മേയർമാരെയും വീണ്ടും അവിടെ മത്സരിപ്പിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. മുൻ MLA-മാരെയാണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് BJP-യുടെ സ്ട്രാറ്റജി അനുസരിച്ച്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാർട്ടി എന്നുള്ളൊരു സ്ട്രാറ്റജി അനുസരിച്ച് MLA-മാരായി തോറ്റ ആൾക്കാർ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ, നിങ്ങൾ പോയി എന്ത് ചെയ്തു, കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ, വാർഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എന്ന് പറഞ്ഞ് BJP അവരെ ഇകഴ്ത്തുന്നതല്ല. അവിടെ പോയി വീണ്ടും നിങ്ങൾ മത്സരിച്ച് വീണ്ടും കയറി വരും, അതായത് ജനങ്ങളുടെ പ്രീതി ആർജിച്ച് കയറി വരും എന്നുള്ളതാണ് BJP-യുടെ ഇതുവരെയുള്ള തന്ത്രം എന്ന് പറയുന്നത്, യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വോട്ട് ചോറിയും കാര്യങ്ങളൊന്നും നടത്തിയല്ല BJP ജയിക്കുന്നത്. EVM തട്ടിപ്പ് നടത്തിയല്ല BJP ജയിക്കുന്നത്. അവിടെ MLA ആയിട്ട് ഒരാൾ ഇരിക്കുമ്പോൾ അയാളുടെ ജനപ്രീതി നഷ്ടപ്പെട്ട അയാൾ അടുത്ത തവണ MLA ആയി ജനങ്ങൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അയാളോട് പോയി പഞ്ചായത്ത് ഇലക്ഷനിൽ നിൽക്കാൻ പറയും. പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് വീണ്ടും ജനപ്രീതി ഉണ്ടാക്കി വരാൻ പറയും. അപ്പോൾ ആ ലെവലിലാണ് BJP-യുടെ വർക്കിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പാർട്ടി ഇങ്ങനെ പ്രവർത്തിച്ച് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ജനങ്ങൾക്കിടയിലും ആ പാർട്ടിയിലും ആ മനുഷ്യനിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത്, അതായത് 2017 ഇത്തരത്തിലൊരു സ്ട്രാറ്റജി BJP അവിടെ ഇറക്കിയത്, അതായത് മുൻ മന്ത്രിമാരെയും MLA-മാരെയും അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിന്റെ ഡെവലപ്മെന്റ് ഫേസ് അത് പ്രകടമാക്കാനും പ്രധാന നഗരങ്ങളിൽ BJP-യുടെ നഗരാധിപത്യ പ്രച്ഛന്ന മുഖം നിലനിർത്താനുമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ആ സമയത്ത് പുറത്തു വന്നത്.
തീർന്നില്ല, ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല. മധ്യപ്രദേശ് BJP പിടിച്ചെടുത്ത മറ്റൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ഈ മധ്യപ്രദേശിലെ ഭോപ്പാലിലും ഇൻഡോറിലും ഇത് തന്നെയാണ് നടന്നത്. ഭോപ്പാലിലും ഇൻഡോറിലും 2022 മുനിസിപ്പൽ ഇലക്ഷനിൽ BJP സീനിയർ നേതാക്കളെയാണ് സ്ഥാനാർത്ഥികളാക്കി ഇറക്കിയത്. മുനിസിപ്പൽ ഇലക്ഷനിലാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ സീനിയർ നേതാക്കളെ അവിടെ സ്ഥാനാർത്ഥികളായി BJP ഇറക്കുമ്പോൾ അവിടെ ആരും അയ്യേ എന്ന് പറഞ്ഞില്ല. ഈ ടെക്നിക്ക് കൃത്യമായി ഇവിടെയുള്ള കോൺഗ്രസും CPM പഠിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതേ ടെക്നിക്കാണ് അവലംബിക്കാൻ പോകുന്നത്. അതായത് ഒരു ത്രിശൂല വ്യൂഹമാണ് BJP തീർക്കാൻ പോകുന്നത്. ആ വ്യൂഹം അതുപോലെ എടുത്ത് അപ്പുറത്തും തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള സകല പാർട്ടികളും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ മുൻ മന്ത്രിമാരെ വരെ മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. നഗരം പാർട്ടി പിടിയിൽ വേണമെന്ന് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. ഹരിയാനയിലും രാജസ്ഥാനിലും ഇത് തന്നെയാണ് നടന്നത്. പാർട്ടിയുടെ ഗ്രൗണ്ട് മോണിറ്ററിംഗ് ഉറപ്പാക്കാനാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ചെയ്തത്. അപ്പോൾ എന്തിനാണ് ഈ MLA-മാരെയും തോറ്റ MLA-മാരെയും MLA-മാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ പോലും ഇറക്കി ഗ്രൗണ്ടിൽ മത്സരിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അവർ നഗരത്തിൽ പാർട്ടിയുടെ പിടി ഉറപ്പാക്കണം. നഗരത്തിൽ പാർട്ടിയുടെ പിടി ഉറപ്പാക്കി പ്രധാനമായിട്ടും മുഖ്യ നഗരമായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഈ പാർട്ടിയുടെ പിടി എന്ത് ചെയ്യണം? അവർക്ക് ഉറപ്പാക്കണം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് നിലമൊരുക്കണം, ഗ്രൗണ്ട് വർക്ക് നടത്തണം. അതിന് ഈ നേതാക്കന്മാർ അവിടെ വേണം, മേയറായിട്ടും കൗൺസിലർമാരായിട്ടും ഒക്കെ അവിടെ വേണം. പിന്നീട് MLA തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരെ രാജിവയ്പ്പിച്ച് വേണമെങ്കിൽ MLA ആയിട്ട് മത്സരിപ്പിക്കാൻ സാധിക്കും. ഇനി പാർട്ടിയുടെ ഇമേജ് നയിക്കാൻ ഒരു ഫേസ് നൽകുക എന്നുള്ളതും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ശബരിനാഥനെ കവടിയാറിൽ നിന്ന് മത്സരിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ചിരിച്ച് തള്ളാനുള്ളൊരു വിഷയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. വളരെ ഗംഭീരമായിട്ടുള്ള ഒരുപക്ഷെ കോൺഗ്രസിന് കൈയടിക്കാൻ പാകത്തിന് ചെയ്തു വച്ചിരിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് മൂവ് ആണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്, അതായത് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അത് K. മുരളീധരനാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവിൻ്റെ MLA ആയിരുന്നു. കുറേ കാലം നിയമത്തിൽ നിന്ന് മത്സരിച്ചു, അദ്ദേഹത്തിനെ തോൽപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ഗുജറാത്തിൽ അടക്കമുള്ള കൃത്യമായിട്ടുള്ള BJP അവലംബിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇവർ അവലംബിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 സീറ്റുകളാണുള്ളത്. ഈ 101 സീറ്റുകളിൽ ഏകദേശം 51 സീറ്റുകളാണ് സ്ത്രീകൾക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന സീറ്റാണ്. പോരാത്തതിന് 51 വാർഡാണ് വനിതാ സംവരണത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 48 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നിലവിൽ ഉറപ്പിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചു വച്ചിരിക്കുന്നത്. അതേസമയം അപ്പുറത്ത് LDF കുറച്ചുകൂടെ കടന്നുകൊണ്ട് LDF ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകൾ അവരെടുത്ത് അവിടെയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വെച്ചിരിക്കണം. അതായത് ഈ വാർഡ് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നാണ് LDF വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ BJP ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 2, 3, 5, 10, 15, 20, 50 വോട്ടിന് തോറ്റ വാർഡുകളെടുത്ത് ആ വാർഡുകളിൽ പ്രവർത്തനം സജീവമാക്കുകയാണ് BJP ചെയ്യുന്നത്. അങ്ങനെ BJP ചെയ്യുന്നത് കൊണ്ട് തന്നെ UDF-ഉം CPM-ഉം BJP എന്ന് പറയുന്ന പാർട്ടിയെ എന്ത് ചെയ്യാനാണ്? മോണിറ്റർ ചെയ്യാനാണ് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനത്തിനെക്കാട്ടിലും കൂടുതൽ സമയം കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് BJP-യെ മോണിറ്റർ ചെയ്യാനായിട്ട് CPM എന്ത് ചെയ്തിരിക്കുന്നത്? രഹസ്യ സ്ക്വാഡുകളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അപ്പോൾ കവടിയാർ, അദ്ദേഹം ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്, ശബരിനാഥ് എന്ന് പറയുന്നത് ശാസ്തമംഗലത്താണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹം ശാസ്തമംഗലം വനിതാ സംവരണ വാർഡായതുകൊണ്ട് തന്നെ കവടിയാർ വന്ന് മത്സരിക്കാനുള്ള നീക്കമാണ്. അതേസമയം വഴുതക്കാട് വീണ S. നായർ മത്സരിക്കുമെന്നുള്ള മറ്റൊരു റിപ്പോർട്ട് കേൾക്കുന്നു. BJP-ക്ക് അവിടെ 35 സീറ്റുണ്ട്. CPM അതായത് LDF ആ മുന്നണിക്ക് അവിടെ 51 സീറ്റുണ്ട്. കോൺഗ്രസിന് വെറും 10 സീറ്റാണുള്ളത്. അതായത് ഈ UDF മുന്നണിക്ക് 10 സീറ്റാണുള്ളത്. അതിന് വെറും 8 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ രാജ്യമൊട്ടാകെ നടപ്പിലാക്കുന്ന ഈ പുതിയ സ്ട്രാറ്റജി കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങൾ ഏത് രീതിയിൽ അതിനെ എടുക്കുമെന്നുള്ളതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എന്തായാലും ഇത് ഇവിടെ നടപ്പിലാക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. പിന്നെ ശബരിനാഥനെ നിർത്തുന്നതിന് പിന്നിൽ വേറൊരു വലിയ ഉദ്ദേശം കൂടെ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ശശി തരൂറിൻ്റെ കാലം കഴിയാറായി. അതായത് ശശി തരൂർ ഏത് നിമിഷവും BJP-യിലേക്ക് പോകുമോ പോകില്ലേ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. പക്ഷേ ശശി തരൂർ ഞാൻ പോകില്ല എന്നാണ് പറയുന്നത്. എങ്കിലും അടുത്ത തവണ ഈ MP ആയിട്ട് മത്സരിക്കാനായിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ ഇല്ല എന്ന് ശശി തരൂർ പറയുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് കണ്ട് ഒരു നായർ മുഖം തിരുവനന്തപുരത്ത് ഉയർത്തിക്കൊണ്ട് വരണം. അതുകൊണ്ട് ശബരിനാഥനെ തന്നെ ഇതിനായിട്ട് കണ്ടെത്തുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വേറൊരു ഭാഗത്ത് അന്തർധാരയിൽ സജീവമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്തവണത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൊടിയല്ല, തീ പാറും എന്ന് നമുക്ക് യാതൊരുവിധ സംശയമില്ല നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി.